വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നിലമ്പൂർ DF ഓഫീസ് ആക്രമണ കേസിൽ ജാമ്യം ലഭിച്ച PV അൻവർ MLA ജയിൽ മോചിതനായി. ജയിലിന് പുറത്ത് PV അൻവറിന് വൻ സ്വീകരണമാണ് DMK പ്രവർത്തകർ ഒരുക്കിയത്. പിണറായി ഭരണത്തെ താഴെയിറക്കാൻ ഇനിയുള്ള പോരാട്ടം UDF-മായി കൈകോർത്തായിരിക്കുമെന്ന രാഷ്ട്രീയ നിലപാടും അൻവർ പ്രഖ്യാപിച്ചു. ഇതിനായി വ്യക്തിപരമായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും PV അൻവർ പറഞ്ഞു. പിന്തുണച്ച UDF നേതാക്കൾക്ക് അൻവർ നന്ദി പറഞ്ഞു. UDF-ന്റെ നേതാക്കന്മാരായ പാണക്കാട് തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും, കോൺഗ്രസ് നേതാക്കളായ K. സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എൻ്റെ പിന്തുണ. കർഷക സംഘങ്ങൾ, സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു കൈകോർത്തിട്ടുള്ള പ്രതിഷേധം ഭരണഘടനാപരമായ അവകാശമാണെന്ന് PV അൻവർ MLA-ക്ക് ജാമ്യം അനുവദിച്ച നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. DF ഓഫീസ് ആക്രമിക്കാൻ MLA ആഹ്വാനം ചെയ്തതിന് തെളിവില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് PV അൻവറിന് കോടതി ജാമ്യം അനുവദിച്ചത്. 20 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിനു ശേഷം PV അൻവറിന് മോചനം. ശക്തമായ വാദപ്രതിവാദമാണ് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ 40 പേർ വന്ന് പൊതുമുതൽ നശിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് പ്രതികൾ. ഇതെങ്ങനെ എത്തിയെന്ന് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ബാധിച്ചത്. PV അൻവറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു. ഉച്ചയ്ക്ക് 12:47 4 പേരെ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ 4:45 പുറത്തിറങ്ങിയ FIR-ൽ അവരുടെ പേരില്ല. ഭരണമുന്നണിക്ക് അൻവറിനോട് എതിർപ്പുണ്ടെന്നും അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചു. അറസ്റ്റ് നിർബന്ധമാക്കുന്ന എന്ത് സാഹചര്യമാണുള്ളതെന്നും ഇതുപോലെ അറസ്റ്റ് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ പൊതുപ്രവർത്തനം സാധിക്കില്ലെന്നും വാദം. 12 മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേരുകൾ എന്തുകൊണ്ട് FIR-ൽ ഇല്ലെന്ന് കോടതി ചോദിച്ചു. കൂടാതെ സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധത്തിന് വന്നുകൂടാ എന്നുണ്ടോ എന്നും ചോദ്യം. വൈകിട്ട് 5 മണിയോടെ ജാമ്യം അനുവദിച്ച് ഉത്തരവായി. കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഓർഡറിൽ ആദ്യത്തെ ഓർഡർ ആ കസ്റ്റഡി ആപ്ലിക്കേഷൻ തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ആദ്യത്തെ ഫൈൻഡിംഗ്. നീതി ലഭിച്ചുവെന്ന് DMK പ്രവർത്തകർ. ജാമ്യം ലഭിച്ച PV അൻവർ 1.5 വിട്ട ബുധനാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. 35,000 രൂപ കെട്ടിവെക്കണം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം. ഇതാണ് വ്യവസ്ഥ. 24 മലപ്പുറം. PV അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ. DMK-യുടെ നേതൃത്വത്തിൽ അക്രമം നടത്തിയതിനാണ് PV അൻവർ MLA അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. PV അൻവറിന്റെ ജാഥയ്ക്ക് ആളില്ലാത്തതിനാൽ അത് അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് DFO പ്രതിഷേധമെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ ആരോപിച്ചു. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ അതിശക്തമായ നിയമമാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വാഭാവികമായ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ആരുടെയെങ്കിലും പ്രത്യേകമായ കൈകടത്തലോ ഇടപെടലോ നിർദ്ദേശമോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരോപിക്കുന്നത് സ്വന്തം തെറ്റുകൾ മൂടിവെക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ഒരു ബാലിശമായ ശ്രമം മാത്രമേ പൊതുസമൂഹം അത് കാണുന്നുള്ളൂ. ഇതിൽ ഒരു ഗൂഢാലോചനയും പ്രശ്നമില്ല. ഒരു സർക്കാർ ഓഫീസ്, DFO ഓഫീസ്, അവധി ദിവസത്തിൽ പൂട്ടിക്കിടക്കുന്ന ഒരു സർക്കാർ ഓഫീസ് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതിനൊരു MLA നേതൃത്വം നൽകുകയാണ്. ഈ തരത്തിലുള്ള പ്രവണതകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. യാതൊരു വിധത്തിലുള്ള നിയമവാഴ്ചയും ഇല്ലാത്ത സ്ഥിതിവിശേഷം വരുമല്ലോ. ഇവിടെ നിയമപരമായ നടപടികൾ മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു. അതിൽ ആളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം.
ആ അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണിത്. ജനങ്ങൾക്ക് മാതൃകയാവേണ്ടതല്ലേ എം.എൽ.എ. കോൺഗ്രസിനെ വെട്ടിലാക്കി വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ്. കോൺഗ്രസിനായി പ്രവർത്തിച്ച് ജീവിതം തുലച്ചുവെന്നും നിയമനങ്ങൾക്കായി IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പണം വാങ്ങിയെന്നും കത്തിലുണ്ട്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. അതിനിടെ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി DYFI രംഗത്തെത്തി. നിയമനത്തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കൾ പണം പങ്കുവച്ചു. ബത്തേരി MLA IC ബാലകൃഷ്ണന്റെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകൾ കത്തിലുണ്ട്. കോൺഗ്രസ് നേതാക്കൾ നിയമനം വാഗ്ദാനം ചെയ്ത കോടികൾ കോഴ വാങ്ങിയതിന്റെ ഇടനില നിന്നാണ് കടബാധ്യതയുണ്ടായത്. IC ബാലകൃഷ്ണന്റെ താൽപര്യപ്രകാരം ബാങ്കിൽ മറ്റൊരാളെ നിയമിക്കാൻ വേണ്ടി മകനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. എല്ലാം KPCC നേതൃത്വത്തിന്റെ അറിവോടെയാണ്. അരനൂറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചെന്നും NM വിജയൻ 6 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി ചേർത്തു. ആത്മഹത്യയിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് NM വിജയന്റെ മകൻ 24നോട് പറഞ്ഞു. പ്രധാനമായിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും പൈസ എൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അത് ഈ കത്ത് കണ്ടപ്പം ഉള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ കാര്യം ഇത്രയും വന്നതിൻ്റെ കാരണം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. K. സുധാകരൻ, VD സതീശൻ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മകൻ വിജേഷ് എന്നിവർക്കായി 5 കത്തുകളാണ് NM വിജയൻ എഴുതിയത്. സതീശനും K. സുധാകരനും കത്ത് നേരിട്ട് കൈമാറിയിട്ടും മറുപടി ഉണ്ടായില്ലെന്ന് കുടുംബം. 4 കത്താണുള്ളത്. ഒന്ന് VD സതീശൻ, സുധാകരൻ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. ഈ 4 പേരും അച്ഛൻ മരിച്ച് 10 ദിവസത്തിനുള്ളിൽ 4ാമത്തെ ദിവസം ഇത് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അയച്ചു കൊടുത്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഉണ്ടായിട്ടില്ല എങ്കിൽ 10ാമത്തെ ദിവസം പോലീസ് മേധാവിക്കും അത് കഴിഞ്ഞിട്ട് മീഡിയേൻ്റെ മുന്നിലും പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മീഡിയയ്ക്ക് മുന്നിലൊക്കെ ഇത് പറഞ്ഞത്. കത്ത് കണ്ടിട്ടില്ലെന്നും ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് IC ബാലകൃഷ്ണൻ MLA. മാത്രമല്ല, കത്ത് പുറത്തു വന്നതായിട്ട് ഞാൻ ചാനലിൽ കൂടിയാണ് കാണുന്നതും കേൾക്കുന്നതും. ആ കത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പരിശോധിക്കട്ടെ, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള എനിക്കെതിരെയുള്ള പരാമർശം, അതെന്താണുള്ളത് കൃത്യമായി പരിശോധിക്കും. NM വിജയനുമായി ഒരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടില്ലെന്നും താൻ DCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണിതെന്നുമായിരുന്നു DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പ്രതികരണം. 6 പേര് വേണം എഴുതി വെക്കാം. ഞാനിത് വിജയനുമായിട്ട് ഇത്തരം സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച നടത്തേണ്ട ഘട്ടം ഉണ്ടായിട്ടില്ല, ആവശ്യമുണ്ടായിട്ടില്ല, എന്നോടൊട്ടത് പറഞ്ഞിട്ടുമില്ല. ഞാനിപ്പോൾ DCC പ്രസിഡന്റായി 2ാമത് വന്നിട്ട് 3 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ പറ്റിയാണ് നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്. എനിക്കതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റും മറുപടി. അതേസമയം ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLAയുടെ രാജി ആവശ്യപ്പെട്ട CPIM-ഉം DYFI-യും രംഗത്തെത്തി. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് KPCC. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ സമിതിയിലുണ്ട്. അതിനിടെ NM വിജയന്റെ കത്ത് ലഭിച്ചെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ സ്ഥിരീകരിച്ചു. എന്നാൽ കത്ത് വായിച്ചിട്ടില്ല. തെറ്റുകാരനാണെന്ന് കണ്ടാൽ ഏത് കൊമ്പനെതിരെയും നടപടി ഉണ്ടാകുമെന്നും K. സുധാകരൻ പറഞ്ഞു. എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. മിഞ്ഞാന്നാണ് തന്നതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് ചെയ്യുന്നത്. മിഞ്ഞാന്ന് തന്നതാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കുക. ഉറപ്പായിട്ട് KPCC ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും. ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതേക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും കണ്ണൂർ റേഞ്ച് DIG മേൽനോട്ടം വഹിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്നാൽ നിയമപോരാട്ടം തുടരുമെന്നും അപ്പീൽ പോകുമെന്നും ഭാര്യ മഞ്ജുഷ പറഞ്ഞു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി തള്ളിയ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാമെന്നും വ്യക്തമാക്കി. കണ്ണൂർ റേഞ്ച് DIG അന്വേഷണ മേൽനോട്ടം വഹിക്കണം. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി DIG-യെയും ഹർജിക്കാരിയെയും അറിയിക്കണം. കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നതടക്കം SIT പരിശോധിക്കണമെന്നും
അന്വേഷണത്തിന് ശേഷം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് DIGക്ക് നൽകി അപ്രൂവൽ വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കോടതി വിധിയിൽ തൃപ്തിയില്ലെന്നും അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും ഭാര്യ മഞ്ജുഷ വ്യക്തമാക്കി. ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി, നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇവിടെ ഞാൻ ഹർജി സമർപ്പിച്ചത്. അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയങ്ങൾ. എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു. പ്രതീക്ഷിച്ച വിധിയല്ലെന്നും DIG മേൽനോട്ടത്തിലുള്ള അന്വേഷണം സ്വീകാര്യമല്ലെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു. നമുക്കിത് എല്ലാം പറയാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്തെ ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുകയുള്ളൂ. സംതൃപ്തമല്ല, ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി. അപ്പീൽ കല്ലാൻ തന്നെ തീരുമാനം. CPIM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം. നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം ആരോപിച്ചിരുന്നു. ശ്രീകാന്ത്, 24, കൊച്ചി. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിനിതിൽ ഒന്നും മറച്ചുവെക്കാനില്ല എന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുടുംബം അതൊരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല, ഞങ്ങൾക്കും പ്രതീക്ഷയില്ല. പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഒന്നും തന്നെ മറച്ചുവെക്കാൻ ഗവൺമെൻറ്റിനില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അത് തെളിയിക്കപ്പെട്ട കഴിഞ്ഞ കാര്യമാണ്. ആ കുടുംബത്തോടൊപ്പമാണ് CPM. രാജ്യത്ത് 5 HMP വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചു. ബംഗളൂരുവിലും അഹമ്മദാബാദിലും ചെന്നൈയിലുമാണ് രോഗബാധ കണ്ടെത്തിയത്. വൈറസ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ വ്യക്തമാക്കി. ബംഗളൂരു, ഗുജറാത്ത്, ചെന്നൈ എന്നിവിടങ്ങളിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ചെന്നൈയിലെ തേരാംപെട്ട്, ഗിണ്ടി എന്നിവിടങ്ങളിൽ 2 കുട്ടികൾക്കാണ് രോഗം കണ്ടെത്തിയത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്കാണ് രോഗബാധ. ബംഗളൂരുവിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് 2 കുഞ്ഞുങ്ങളിൽ HMPV ബാധ സ്ഥിരീകരിച്ചത്. 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനുമാണ് വൈറസ് ബാധ. ഇവർ രണ്ടുപേരും സംസ്ഥാനത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടില്ലെന്ന് കർണാടക ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. എന്നാൽ ചൈനയിൽ പടരുന്ന വൈറസ് വകഭേദം തന്നെയാണോ ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പൂനെ വൈറോളജി ലാബിലെ പരിശോധനാഫലം പുറത്തുവന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. വൈറസ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. ചൈനയിലെ വൈറസ് വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുമെന്നും ആരോഗ്യമന്ത്രി. Health experts have clarified that HMPV virus is not a new virus. The health systems and surveillance networks of the country remain vigilant, ensuring the country is ready to respond promptly to any emerging health challenges. There is no reason to worry. We are closely monitoring the situation. HMP വൈറസ് ബാധയിൽ അനാവശ്യ ആശങ്ക പരത്തരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് 24. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രത്യേക CBI കോടതി വിധിക്കെതിരെ KV കുഞ്ഞിരാമനടക്കം 4 പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രതികളെയും കുടുംബത്തെയും CPIM നേതാക്കൾ സന്ദർശിച്ച സംഭവം പാർട്ടി ബന്ധം തെളിയിക്കുന്നതെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം ആരോപിച്ചു. കൊലപാതകത്തിലെ കണ്ണൂർ ബന്ധം തെളിയിക്കുന്നതാണ് P. ജയരാജന്റെ ജയിൽ സന്ദർശനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾ നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട് എന്നാണ് EP ജയരാജന്റെ മറുപടി. KV കുഞ്ഞിരാമനടക്കം 4 പ്രതികളെ 5 വർഷത്തെ തടവിനാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ശിക്ഷിച്ചത്. K. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് മറ്റു 3 പേർ. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ 4 പേരും. P. ജയരാജൻ ജയിലിലെത്തി കുറ്റവാളികളെ കണ്ടതിൽ എതിർപ്പ് തുടരുന്നതിനിടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണന്റെയും CH കുഞ്ഞമ്പു MLAയുടെയും നേതൃത്വത്തിൽ CPM നേതാക്കൾ മുഖ്യപ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ സന്ദർശിച്ചു. നേതാക്കളുടെ സന്ദർശനം പാർട്ടി ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകാനെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ. ശിക്ഷ കിട്ടിയിട്ടും അതിനുശേഷം ഈ സർക്കാർ അടക്കം ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരവും വേദനാജനകവുമായ കാര്യം.
തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കും വിധമാണ് CPIMന്റെ പ്രവർത്തനമെന്നും പി ജയരാജനെ ജയിൽ ഉപദേശക സമിതി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്നാണ് EP ജയരാജന്റെ മറുപടി. നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് UDF ചെയ്തത്. കേസിൽ വെറുതെ വിട്ട 10 പേരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾ. 24 കാസർഗോഡ്. വിഭാഗീയത നിലനിൽക്കുന്ന കായംകുളത്ത് CPIMൽ നിന്ന് കൂട്ടക്കൊഴിഞ്ഞുപോക്ക്. 60ഓളം CPIM പ്രവർത്തകരും 27 കോൺഗ്രസ് പ്രവർത്തകരുമടക്കം നിരവധി പേർ BJPയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും ചേർന്ന് പ്രവർത്തകരെ സ്വീകരിച്ചു. CPIM വിട്ട് BJPയിലെത്തിയ ബിപിൻ സി ബാബുവിന്റെ നേതൃത്വത്തിലാണ് 200-ലധികം പ്രവർത്തകരെ BJPയിലെത്തിച്ചത്. 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 5 ബ്രാഞ്ച് സെക്രട്ടറിമാർ, CITU ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ, 49 ബ്രാഞ്ച് അംഗങ്ങളടക്കം 60ഓളം പേർ CPIM ബന്ധം ഉപേക്ഷിച്ച് BJPയിലെത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. കോൺഗ്രസിൽ നിന്ന് 27 പേരടക്കം വിവിധ പാർട്ടികളിൽ നിന്ന് 237 പേർ BJPയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പ്രവർത്തകരെ സ്വീകരിച്ചു. പ്രസംഗത്തിൽ G സുധാകരനെ പുകഴ്ത്തി K സുരേന്ദ്രൻ. ആലപ്പുഴ ജില്ലയിൽ G സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് മന്ത്രിയായിരിക്കുമ്പോഴും ജനപ്രതിനിധിയായിരിക്കുമ്പോഴും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഞങ്ങൾ സത്യത്തെ നിഷേധിക്കാറില്ല. പക്ഷെ അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു G സുധാകരൻ. ആ G സുധാകരൻ ഇന്നൊരു കറിവേപ്പിലയുടെ വില പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടോ? എന്നാൽ BJP അംഗത്വം നേടിയവർക്ക് നിലവിൽ പാർട്ടിയുമായി ബന്ധമില്ലെന്നാണ് CPIM നേതൃത്വത്തിന്റെ വിശദീകരണം. 24 ആലപ്പുഴ. CPIM നേതൃത്വത്തോട് കടുത്ത അതൃപ്തിയുമായി കോട്ടയത്തെ മുതിർന്ന നേതാവ് സുരേഷ് കുറുപ്പ്. ജൂനിയർ ആയവർക്ക് പാർട്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് പരാതി. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു. ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസം പങ്കെടുക്കാതിരുന്നത് അതൃപ്തിയെ തുടർന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് CPIM നേതൃത്വം തയ്യാറായിട്ടില്ല. ഞങ്ങൾ സുരേഷ് കുറുപ്പിനെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. സുരേഷ് കുറുപ്പിന്റെ അംഗീകാരത്തെ എല്ലാം ഞങ്ങൾ വലിയ നിലയിൽ കാണും. അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല. തുടർന്ന് സുരേഷ് കുറുപ്പ് പാർട്ടി കമ്മിറ്റികളിൽ വരുന്നില്ല. അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് വസ്തുത. പാർട്ടി പറയുന്ന പരിപാടികൾക്കെല്ലാം പോകാറുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു അസംതൃപ്തി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞ വിശദീകരണമാണിത്. എന്നാൽ ഇതൊന്നും സുരേഷ് കുറുപ്പ് ശരിവെക്കുന്നില്ല. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. 3 വർഷം മുൻപ് താൻ നൽകിയ കത്ത് പരിഗണിച്ചാണ് ഇപ്പോൾ പുറത്താക്കിയത്. പാർട്ടിയുടെ നിലപാടുകളിൽ കടുത്ത അതൃപ്തിയും സുരേഷ് കുറുപ്പിനുണ്ട്. മുതിർന്ന നേതാവായിട്ടും തന്നെ പാർട്ടി കാര്യമായി പരിഗണിക്കുന്നില്ല. പുതിയ ആളുകൾക്ക് അമിത പരിഗണന നൽകുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും സുരേഷ് കുറുപ്പ് പറയുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുന്നില്ലെന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളത്. സുരേഷ് കുറുപ്പിന്റെ അതൃപ്തിയിൽ പ്രതികരണത്തിന് പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല. 1984 വീശിയടിച്ച ഇന്ദിരാ തരംഗത്തിലും കോട്ടയം പാർലമെന്റ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയ സുരേഷ് കുറുപ്പ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും UDF കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി കരുത്തുകാട്ടിയിരുന്നു. നിയമസഭയിലേക്കും 2 തവണ വിജയിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് സ്പീക്കർ സ്ഥാനത്തേക്ക് പേര് ഉയർന്നു വന്നതാണ്. എന്നാൽ പരിഗണിച്ചില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ജൂനിയറായവർക്ക് കൂടുതൽ പരിഗണന പാർട്ടി നൽകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതികരണമടക്കം സുരേഷ് കുറുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. കഴിഞ്ഞ 9 വർഷമായി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയായിരുന്നു. ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ട്രൂഡോ ആ സ്ഥാനത്ത് തുടരും. സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയിൽ പിന്തുണ കുറഞ്ഞതും ജനപ്രീതി കുത്തനെ ഇടിഞ്ഞതുമാണ് രാജിയിലേക്ക് നയിച്ചത്. ട്രൂഡോയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഡിസംബർ 16-ന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്ത നിഷേധിച്ച് ഇന്ത്യയിലെ യമൻ എംബസി. ഔദ്യോഗിക ഭരണകൂടത്തിന്റെ പ്രസിഡന്റ് റഷദ് അൽ അലീമി വധശിക്ഷ അംഗീകരിച്ചിട്ടില്ല. ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവാണ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ് വിശദീകരണം. ദിവസങ്ങൾക്ക് മുൻപാണ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി അനുമതി നൽകിയതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നത്.
ഈ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ യമൻ എംബസി തള്ളിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് പ്രസിഡന്റ് അനുമതി നൽകിയിട്ടില്ലെന്ന് പ്രസ്താവനയിലൂടെ യമൻ എംബസി വ്യക്തമാക്കി. ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദാണ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയതെന്നും എംബസി വിശദീകരിച്ചു. നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ്. നിമിഷ കഴിയുന്ന ജയിലും ഹൂതി നിയന്ത്രണത്തിലാണെന്നും യമൻ എംബസി. ഹൂതി നിയന്ത്രണത്തിൽ വരുന്നതിനാലായിരിക്കണം വിഷയത്തിൽ ഇടപെടാമെന്ന് ഇറാൻ അറിയിച്ചത്. ഇക്കാര്യത്തിൽ തങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്നുള്ള മോചനത്തിനായി യമനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും ചർച്ചകൾ തുടരുകയാണ്. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും. 24 ഡൽഹി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ IED ആക്രമണത്തിൽ 8 ജവാന്മാർക്ക് വീരമൃത്യു. ആക്രമണത്തിൽ വാഹനത്തിന്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടു. ബസ്തർ മേഖലയിൽ ഉച്ചയോടെയാണ് ആക്രമണമുണ്ടായത്. മാവോയിസ്റ്റുകളെ നേരിടാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് യൂണിറ്റായ ജില്ലാ റിസർവ് ഗാർഡിൽ നിന്നുള്ളവരാണ് 8 സുരക്ഷാ ഉദ്യോഗസ്ഥരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവും ആക്രമണത്തെ അപലപിച്ചു. ആലപ്പുഴ എഴുപുന്ന മണിയങ്ങനാട്ട് വെളിയിൽ വേണുഗോപാലൻ നായർ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. അരുൺ എഴുപുന്ന, അനൂപി നായർ എന്നിവർ മക്കളാണ്. 24 ചീഫ് എക്സിക്യൂഷൻ ഓഫീസറാണ് അരുൺ എഴുപുന്ന. അനൂപി നായർ ഫ്ലവേഴ്സിലെ അസിസ്റ്റന്റ് ക്യാമറമാനാണ്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിലും കുതിപ്പ് തുടർന്ന് കണ്ണൂർ. 713 പോയിന്റുമായി 1ാം സ്ഥാനത്താണ് കണ്ണൂർ ജില്ല. 708 വീതം പോയിന്റുമായി തൃശൂരും കോഴിക്കോടും പിന്നാലെയുണ്ട്. 702 പോയിന്റുമായി പാലക്കാടും 681 പോയിന്റുമായി മലപ്പുറവുമാണ് 4ഉം 5ഉം സ്ഥാനങ്ങളിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക കലാപ്രതിഭകളും പ്രതിസന്ധികൾ തരണം ചെയ്താണ് വേദിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരാളാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി ശ്രീലക്ഷ്മി. കുച്ചുപ്പിടിയാണ് ശ്രീലക്ഷ്മിയുടെ ജീവായുസ്. നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയാകുന്നു. പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള വഴി ശ്രീലക്ഷ്മിക്കത്ര എളുപ്പമായിരുന്നില്ല. സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും കുച്ചുപ്പിടി നർത്തകിക്കുണ്ടായ കടമ്പകളേറെ. സബ് ജില്ലാ കലോത്സവ വേദിയിൽ 2 തവണയാണ് ഈ 9ാം ക്ലാസ്സുകാരി കുഴഞ്ഞു വീണത്. ഇപ്പം ഈ കൊല്ലം ലങ്സിൽ ഇൻഫെക്ഷൻ വന്നു, കൗണ്ട് കൂടി. അങ്ങനെ സബ് ജില്ലയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാൻ സ്റ്റേജിൽ തലകറങ്ങി വീണു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു. പിന്നും വന്ന് കളിച്ചു, പിന്നും വീണു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് A ഗ്രേഡ് കിട്ടിയത്. ദിവസമുള്ള പ്രാക്ടീസ്. അത് ഡാൻസ് പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് സ്റ്റേറ്റിൽ വരിക, A ഗ്രേഡ് കിട്ടുക എന്നുള്ളത്. പിന്നീട് അപ്പീലിലൂടെ ജില്ലാ കലോത്സവത്തിലേക്കും തുടർന്ന് സംസ്ഥാന കലോത്സവത്തിലെ കുച്ചുപ്പിടി വേദിയിലും അരങ്ങ് തകർത്തു. കൂടെ പിന്തുണയുമായി നൃത്താധ്യാപകൻ ശബരീഷും. വേദിയിലേക്കെത്താൻ സാമ്പത്തികം തടസ്സമായപ്പോഴും ശ്രീലക്ഷ്മിക്ക് നൃത്താധ്യാപകൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അങ്ങനെ, പക്ഷേ പലരും മടിക്കും, ഈ സാമ്പത്തിക പ്രശ്നം പറയാൻ മടിക്കും. പക്ഷേ ഞങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പ്രോത്സാഹനം കുട്ടികൾക്ക് കൊടുക്കുക സാധാരണ ചെയ്യാറ്. കലോത്സവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കും. ഞങ്ങളത് കണ്ടെത്തിയിട്ട് ഓരോ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ കുച്ചുപ്പിടി വേദിയിൽ നിന്ന് മടങ്ങുമ്പോൾ ശ്രീലക്ഷ്മിക്ക് പറയാൻ കഥകളുണ്ട്. നൃത്തത്തിലൂടെ ലഭിച്ച ആത്മവിശ്വാസമുണ്ട്. സഹായിച്ച കരങ്ങളോടുള്ള നന്ദിയും. ശ്രീലക്ഷ്മി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് വെറുതെയല്ല. നല്ലൊരു കലാകാരിയാണ്. അതോടൊപ്പം കുച്ചുപ്പിടിയിൽ A ഗ്രേഡ് ഉണ്ട്. അതും കുറച്ചധികം കഷ്ടപ്പെട്ട്. ക്യാമറാമാൻ VS മനീഷിനോടൊപ്പം മേഘ്ന മുരളി, 24. ഗോത്രകലാരൂപമായ പണിയനൃത്തം മറ്റ് ജില്ലക്കാർക്ക് മത്സര ഇനമാണെങ്കിൽ വയനാട്ടിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയല്ല. ഇവരുടെ നാട്ടിലും വീട്ടിലും എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമാണ് പണിയനൃത്തം. പണിയനൃത്തത്തിൽ മത്സരിക്കാനെത്തിയവർക്ക് ചിലത് പറയാനുണ്ട്.
വയനാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രകടനമാണിത്. മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രകടനത്തിന്. ഇവരുടെ ജീവിത താളമുണ്ട് ഈ നൃത്തത്തിൽ. വയനാട് കൽപ്പറ്റ GMRS സ്കൂളിൽ നിന്ന് പണിയ നൃത്തത്തിൽ മത്സരിക്കാനെത്തിയത് 12 കുട്ടികൾ. ഇതിൽ 7 കുട്ടികളും ചെറുപ്പം മുതൽ പണിയ നൃത്തം കളിച്ചു തുടങ്ങിയവരാണ്. ഞങ്ങള് പിന്നെ കേൾക്കുന്നല്ലോ അറിയാം. അത് വീട്ടിൽ ഏതെങ്കിലും ചടങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ കളിക്കാറുണ്ട്. ഞാൻ ചെറിയപ്പോൾ കുഞ്ഞനാൾ തൊട്ടേ കാണുന്നു. എല്ലാവരും കളിക്കും വീട്ടിൽ. കൃഷിയും കൊയ്ത്തും മറ്റുത്സവവുമെല്ലാം ആഘോഷമാക്കുന്നത് ഈ പാട്ടും ചുവടുകളുമായിട്ടാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും എല്ലാവരും ചേർന്നിട്ടാണ് കളിക്കുന്നത്. ചെറുപ്പം മുതലേ കണ്ട് വളർന്നവരാണ് ഈ പണിയ നൃത്തം. പിന്നെ വീട്ടിലെ ആചാരങ്ങൾക്കും എല്ലാം അവർ കളിച്ചു വരുന്നുണ്ട്. പുതുതായി ഉൾപ്പെടുത്തിയ 5 ഗോത്രകലകളിൽ ഒന്നാണ് പണിയ നൃത്തവും. ഷൈജു ചൗശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി പലരുടെയും അതിജീവന കഥ കൂടിയാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി സച്ചു സതീഷിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ അമ്മ ബിന്ദുവിന്റെ വിയർപ്പുമുണ്ട്. കുച്ചിപ്പുടി, ഭരതനാട്യം, കേരള നടനം മത്സരങ്ങൾക്കായി തലസ്ഥാനത്തെത്തിയ സച്ചുവിന് ആടയാഭരണങ്ങൾ വാങ്ങി നൽകിയത് സംസ്ഥാന സർക്കാരാണ്. വേദിയാറ് ഭവാനിയിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരം. തൊട്ടരികിലെ ഗ്രീൻ റൂമിലുണ്ട് ഞങ്ങൾ തിരഞ്ഞു നടന്ന കലാകാരൻ. ക്ലാസിക് കലകളിൽ ഹാട്രിക് വിജയം നേടിയാണ് തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ സച്ചു സതീഷ് തലസ്ഥാനത്തെത്തിയത്. ആ യാത്രയ്ക്ക് പിന്നിൽ അമ്മ ബിന്ദുവിന്റെ വിയർപ്പും ചില ചേർത്തുവയ്ക്കലുകളുമുണ്ട്. 5 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. സ്വന്തമായി വീടില്ല. വാടകയ്ക്ക് ആടയാഭരണങ്ങൾ വാങ്ങി വേദികളിലെത്തിയിരുന്ന സച്ചുവിന് ഇത്തവണ അത് വാങ്ങി നൽകിയത് പട്ടികവർഗ വികസന വകുപ്പാണ്. ലോണെടുത്താണ് നൃത്ത പഠനം. ഒടുവിൽ നിറഞ്ഞ കാണികളിൽ ഒരാളായി അമ്മ ബിന്ദു വേദിക്ക് മുന്നിൽ. അതേ വേദിയിൽ നിറഞ്ഞാടി അമ്മയുടെ സ്വപ്നവും. ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം അമ്മ ലോണൊക്കെ എടുത്തിട്ടാണ് കലോത്സവത്തിന് എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്നത്. കോസ്റ്റ്യൂമൊക്കെ വാടകയ്ക്കായിരുന്നു നേരത്തെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ട്രൈബലിൻ്റെ വഴി നമുക്ക് കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സൊക്കെ അവർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പേടിയുണ്ടായിരുന്നു, കളിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉള്ളിൽ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു എന്ന് മാഷ്, അവൻ്റെ ഗുരു തന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് അവൻ ഇറങ്ങിയവിടെ ചോദിച്ചു. അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. ഒരുപാട് ബുദ്ധിമുട്ടി. പിന്നെ ഇപ്രാവശ്യം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈബലിൻ്റെ അവന് ആടാഭരണമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി പൈസ ഇനത്തിൽ നമുക്ക് ട്രൈബൽ ഹെൽപ്പ് ചെയ്തു. പിന്നെ സ്കൂള് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്രാവശ്യം നമുക്ക് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റി. അവനിലാണ് എൻ്റെ പ്രതീക്ഷയെല്ലാം നിലനിൽക്കുന്നത്. സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഇങ്ങനെ ചേർത്ത് നിർത്താൻ കൂടെ ആളുണ്ടെങ്കിൽ പിന്നെ എന്തിന് തിരിഞ്ഞു നോക്കണം? ഈ ലോകം നിങ്ങളുടേതാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം അതിജീവനത്തിന്റെ മാത്രമല്ല, ചേർത്തു നിർത്തലിൻ്റേത് കൂടിയാണ്. ക്യാമറമാൻ സന്തോഷ് ശേഖറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതി സുരേഷ് ചന്ദ്രാക്കർ അറസ്റ്റിൽ. ഹൈദരാബാദിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. അതിക്രൂരമായാണ് കൊലപാതകം നടന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 11 പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെരച്ചിലാണ് മുഖ്യപ്രതിയായ കരാറുകാരൻ സുരേഷ് ചന്ദ്രാക്കറിനെ ഹൈദരാബാദിൽ വെച്ച് പിടികൂടിയത്. ഹൈദരാബാദിലെ ഡ്രൈവറുടെ വസതിയിൽ സുരേഷ് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് പിടിയിലായത്. ഇയാളെ കണ്ടെത്താൻ പോലീസ് 200 CCTVകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുകയും 300ഓളം മൊബൈൽ നമ്പറുകൾ നിരീക്ഷിക്കുകയും ചെയ്തു. അതിക്രൂരമായാണ് മാധ്യമപ്രവർത്തകൻ മുകേഷ് ചന്ദ്രക്കാർ കൊല്ലപ്പെട്ടതെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയിൽ 15 മുറിവുകളടക്കം മറ്റെല്ലാ ശരീരഭാഗങ്ങളിലും ക്രൂരമായ വിധത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇരുമ്പ് വസ്തു ഉപയോഗിച്ച് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം. ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിൽ കരാറുകാരൻ സുരേഷ് ചന്ദ്രക്കറിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിലെ സെപ്റ്റിക് ടാങ്കിൽ കഴിഞ്ഞയാഴ്ചയാണ് മുകേഷ് ചന്ദ്രക്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത്.
120 കോടിയുടെ റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നതിനുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്.